4 points collinear with center of gravity with same time period. Collinear എന്ന് പറഞ്ഞാൽ in a straight line ഒരു G പോകുന്ന straight ലൈനിൽ ഉള്ള 4 പോയിന്റുകൾ with same time period. This is a compound pendulum and this is a point of suspension. This is the center of gravity and this is the center of oscillation. ഈ 4 പോയിന്റ് എന്ന് പറയുന്നത് let this be O, ഇത് S prime ആണെങ്കിൽ S prime, this is O and O prime. GO, this distance is K square by H and this distance GO prime is also K square by H, and the distance between S and G is H and G and S prime is also H, and the 4 points are S, O, O prime and S prime. അപ്പോൾ ഈ 4 പോയിന്റുകളിൽ സസ്പെൻഡ് ചെയ്താലും സെയിം ടൈം പീരീഡ് ആയിരിക്കും. And remember, H is the distance between point of suspension, സസ്പെൻഡ് ചെയ്യുന്ന പോയിന്റ്, അതാണ് പോയിന്റ് ഓഫ് സസ്പെൻഷൻ, ആൻഡ് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി, അതാണ് H. എവിടെയാണോ സസ്പെൻഡ് ചെയ്യുന്നത് ആ പോയിൻറ്റും സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയുമായിട്ടുള്ള ഡിസ്റ്റൻസ് ആണ് H. അപ്പോൾ ഈ 4 പോയിന്റിലാണ് സെയിം ടൈം പീരീഡ്. നമുക്ക് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം ഈ പോയിൻറ്റ്സ്. T is 2 into root of K square by H plus H divided by T. ഇതാണ് കോമ്പൗണ്ട് പെൻഡുലത്തിൻ്റെ ടൈം പീരീഡിൻ്റെ ഇക്വേഷൻ. നമ്മൾ ഓയിൽ സസ്പെൻഡ് ചെയ്തു എന്ന് വിചാരിക്കുക. ഇതാണ് G, ഇതാണ് O and this is O prime. അപ്പോൾ ഓയിൽ സസ്പെൻഡ് ചെയ്താൽ H എത്രയാണ്? H എന്ന് പറഞ്ഞാൽ സസ്പെൻഡ് ചെയ്യുന്ന പോയിൻറ്റും ജിയുമായിട്ടുള്ള ഡിസ്റ്റൻസ്, ഓയും ജിയുമായിട്ടുള്ള ഡിസ്റ്റൻസ് എത്രയാണ്? K square by H. അപ്പോൾ നമ്മൾ ഓയിൽ പെൻഡുലത്തിനെ സസ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ ഓയും ജിയുമായിട്ടുള്ള ഡിസ്റ്റൻസ് അതാണ് ഈ H. So we can substitute the distance 2 into K square by H. എന്താണ്? ഓയിൽ സസ്പെൻഡ് ചെയ്താൽ സസ്പെൻഡ് ചെയ്ത പോയിൻറ്റും ജിയുമായിട്ടുള്ള ഡിസ്റ്റൻസ് OG ആണ്. OG is K square by H. K square by H plus ഈ കേസിൽ H എന്താണ്? K square by H divided by G. That is 2 into H. K square by H എന്താണ്? H plus K square by H divided by G. That is the same ടൈം പീരീഡ്. അപ്പോൾ അതേ ടൈം പീരീഡാണ് അല്ലേ. അതുപോലെ തന്നെ O പ്രൈമിൽ സസ്പെൻഡ് ചെയ്താലും O പ്രൈമും ജിയുമായിട്ടുള്ള ഡിസ്റ്റൻസ് എത്രയാണ്? അതും K പ്രൈം ബൈ H ആണ്. അപ്പോൾ എച്ചിന് പകരം K പ്രൈം ബൈ H സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എച്ചിന് പകരം K സ്ക്വയർ ബൈ H സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താലും സെയിം ഇക്വേഷൻ കിട്ടും. അഗെയിൻ അതുപോലെ S പ്രൈമിൽ സസ്പെൻഡ് ചെയ്താൽ S പ്രൈമും ജിയുമായിട്ടുള്ള ഡിസ്റ്റൻസ് എത്രയാണ്? H തന്നെയാണ്. S പ്രൈമും ജിയുമായിട്ടുള്ള ഡിസ്റ്റൻസ്. വീണ്ടും എച്ചിന് പകരം H തന്നെ. അപ്പം അങ്ങനെയാണെങ്കിലും സെയിം ടൈം പീരീഡ് ഒബ്റ്റെയിൻ ചെയ്യും. അതായത് ഈ 4 പോയിന്റിലും സെയിം ടൈം പീരീഡാണ്. സോ ലെറ്റ്സ് എക്സ്പ്ലെയിൻ ദ കോമ്പൗണ്ട് പെൻഡുലം എക്സ്പെരിമെൻറ്റ്. കോമ്പൗണ്ട് pendulum experiment, and here we are going to find G, acceleration due to gravity. ഇപ്പം നമുക്കറിയാം 4 പോയിൻറ്റ്സ് ഉണ്ട് അല്ലേ. ഒരേ ടൈം പീരീഡുള്ള 4 പോയിൻറ്റുകളുണ്ട്. ഫസ്റ്റ് what we do is we
take a symmetric bar pendulum. സിമ്മെട്രിക് പെൻഡുലം എന്ന് പറഞ്ഞാൽ ഇതുപോലൊരു റെക്റ്റാങ്കുലർ ബാറാണ്. അപ്പോൾ ഇതുപോലെ അതിൽ ചെറിയ ചെറിയ ഹോൾസ് ഉണ്ട്. ആ ഹോൾസിൽ നമുക്ക് ഈ റെക്റ്റാങ്കുലർ ബാറിനെ സസ്പെൻഡ് ചെയ്യാം, ഓസിലേറ്റ് ചെയ്യാം, ടൈം പീരീഡ് മെഷർ ചെയ്യാം. ലെറ്റ് ദിസ് ബി എ. ഇത് ഫസ്റ്റ് ഹോളാണ്, സെക്കൻഡ് ഹോൾ. ദെൻ മിഡിലിലെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ഹോൾ. ഇതൊരു സിമെട്രിക് ബോഡി ആയതുകൊണ്ട് മിഡിലിൽ തന്നെ വരാം സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി. ദെൻ ഇതുപോലെ 19 ഹോൾസ് ഉണ്ടാവും. അപ്പോൾ ഇവിടെ നമ്മൾ ആദ്യം 1ൽ സസ്പെൻഡ് ചെയ്ത് ടൈം പീരീഡ് കാൽക്കുലേറ്റ് ചെയ്യും, 2ൽ സസ്പെൻഡ് ചെയ്ത് ടൈം പീരീഡ് കാൽക്കുലേറ്റ് ചെയ്യും, ദെൻ 3ൽ അങ്ങനെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി എത്തും. സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയിലെ ടൈം പീരീഡ് എത്രയാണ്? നമ്മൾ നേരത്തെ പറഞ്ഞു സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയിലെ ടൈം പീരീഡ് എന്ന് പറയുന്നത് ഇൻഫിനിറ്റിയാണ്. t tends to ഇൻഫിനിറ്റി. ഇൻ അതർ വേർഡ്സ് ഇറ്റ് വോണ്ട് ഓസിലേറ്റ്. ഓസിലേറ്റ് ചെയ്യത്തില്ല. സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയിൽ സസ്പെൻഡ് ചെയ്താൽ പെൻഡുലം ഓസിലേറ്റ് ചെയ്യത്തില്ല. പിന്നെ ഈ പെൻഡുലത്തിനെ ഇൻവേർട്ട് ചെയ്യും. ഇൻവേർട്ട് ചെയ്യുമ്പോൾ ഏത് ഹോളാണ് വരുന്നത്? 19th ഹോളാണ്. അപ്പോൾ ഓരോന്നിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടൈം പീരീഡ് നോട്ട് ചെയ്യും. ഇൻവേർട്ട് ചെയ്താൽ ഫസ്റ്റ് ഹോൾ എന്ന് പറഞ്ഞാൽ 19th ഹോളാണ്. ടാബുലർ കോളത്തിൽ ആദ്യം ഹോൾ 1, 2 അപ് ടു സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി. ടൈം പീരീഡ് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയുടെ കേസിൽ ടൈം പീരീഡ് ഇൻഫിനിറ്റി ആണ്, അല്ലെങ്കിൽ ഇറ്റ് വോണ്ട് ഓസിലേറ്റ്. ദെൻ നമ്മൾ 19 ഇൻവേർട്ട് ചെയ്തു, സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിക്ക് ശേഷം തിരിച്ചിട്ടു. കോമ്പൗണ്ട് പെൻഡുലത്തിനെ ഇൻവേർട്ട് ചെയ്തു. ദെൻ 19th ഹോളിൻ്റെ ടൈം പീരീഡ് കാൽക്കുലേറ്റ് ചെയ്തു, 18th അപ് ടു സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി. അപ്പോൾ അങ്ങനെ ഓരോ കേസിലും നമ്മൾ ടൈം പീരീഡ് കാൽക്കുലേറ്റ് ചെയ്തു. ടൈം പീരീഡ് എന്ന് പറഞ്ഞാൽ ഒരു ഓസിലേഷനുള്ള ടൈമാണ്. ഇവിടെ നിന്ന് പോയി വീണ്ടും തിരിച്ചിവിടെത്തണം. അതാണ് 1 ഓസിലേഷൻ. അപ്പോൾ നമ്മൾ ഒരു ആവറേജ് വാല്യൂ കിട്ടാൻ വേണ്ടിയിട്ട്, അതിൻ്റെ എറർ കുറയ്ക്കാൻ വേണ്ടിയിട്ട് 20 ഓസിലേഷനുള്ള ടൈം മെഷർ ചെയ്യും. ദെൻ ടൈം പീരീഡ് ഈസ് T/20. 20 ഓസിലേഷനുള്ള ടൈം മെഷർ ചെയ്യും. അതിനെ 20 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഒരു ഓസിലേഷനുള്ള ടൈം ഓർ ദ ടൈം പീരീഡ്. അങ്ങനെ നമ്മൾ ഓരോ കേസിലും ടൈം പീരീഡ് കാൽക്കുലേറ്റ് ചെയ്യും. അപ്പോൾ ഇതാണ് നമ്മുടെ കാൽക്കുലേഷൻ. അപ്പോൾ ടൈം മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു ക്ലോക്ക് ഉണ്ടാകും, എ സ്റ്റോപ്പ് ക്ലോക്ക്. എക്സ്പെരിമെൻ്റ് ഇത്രയേ ഉള്ളൂ. ഓരോ ഹോളിലും സസ്പെൻഡ് ചെയ്യുക. ദെൻ ഫൈൻഡ് ദ ടൈം പീരീഡ് ബൈ ടേക്കിംഗ് 20 oscillation. Then divide T/20 to get the time period. Then draw the graph. Here distance from A. In y-axis time period. y-axis time period ആണ്. This be the center of gravity. Center of gravityയിലെ ടൈം പീരീഡ് ഇൻഫിനിറ്റി ആണ്, അതിന് ഇൻഫിനിറ്റ് വാല്യൂ ആണ്. ദെൻ the time period will be symmetric on both sides. സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയുടെ രണ്ട് സൈഡിലും സിമെട്രിക് ആയിട്ടുള്ളൊരു ഗ്രാഫാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അതിലൊരു സ്ട്രെയിറ്റ് ലൈൻ ഇതുപോലെ മാർക്ക് ചെയ്യുക. എ ബി സി ഡി. അപ്പോൾ ഈ സ്ട്രെയിറ്റ് ലൈൻ്റെ പ്രത്യേകത എന്താണ്? വൈ ആക്സിസിന് പെർപെൻഡിക്കുലറാണ് അല്ലേ? വൈ ആക്സിസിന് പെർപെൻഡിക്കുലറാണ്. അതായത് വൈ ആക്സിസിൽ എന്താണ്? ടൈം പീരീഡാണ്. അപ്പോൾ വൈ ആക്സിസിന് പെർപെൻഡിക്കുലർ എന്ന് പറഞ്ഞാൽ സെയിം ടൈം പീരീഡുള്ള 4 പോയിൻറ്റ്സ് ആണ് എ ബി സി ഡി. ഈ മിഡിൽ എന്ന് പറയുന്നത് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയാണ്. അപ്പോൾ എ ബി സി ഡി ഏതൊക്കെ ആയിരിക്കും? ഇതിലൊന്ന് ഒ ആയിരിക്കും അല്ലേ? ആൻഡ് ദിസ് വിൽ ബി ഒ പ്രൈം ആൻഡ് ദിസ് വിൽ ബി എസ്. അതേപോലെ സിമെട്രിക് ആയിട്ടുള്ള ലെഫ്റ്റ് സൈഡിൽ എസ് പ്രൈം ആയിരിക്കും. അപ്പോൾ ഇതാണ് 4 സെയിം ടൈം പീരീഡുള്ള കൊളീനിയർ പോയിൻറ്റ്സ്: എസ്, ഒ, ഒ പ്രൈം, എസ് പ്രൈം. ഈ ഡിസ്റ്റൻസുകൾ എത്രയായിരിക്കും നമുക്കറിയാം. സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയിൽ നിന്ന് ഒയിലേക്കുള്ള ഡിസ്റ്റൻസ് k² by h ആണ്. ദെൻ
this will be distance k square by h. Center of gravity in O പ്രൈമിലേക്കുള്ള ഡിസ്റ്റൻസ് k square by h ആണ്. ദെൻ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി നിന്ന് എസ്സിലേക്കുള്ള ഡിസ്റ്റൻസ് h ആണ്. അതുപോലെ സിമെട്രിക് ആയിട്ട് ലെഫ്റ്റ് സൈഡിൽ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയിൽ നിന്ന് എസ് പ്രൈമിലേക്കുള്ള ഈ ഒരു ഡിസ്റ്റൻസ് എസ് പ്രൈമിലേക്കുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് h ആണ്. So to calculate time period we need 2 pi root of k square by h plus h by g. ഈ വാല്യൂ ആണ് നമുക്ക് വേണ്ട, k square by h plus h. AC plus BD by 2. AC എന്താണെന്ന് നോക്കുക. AC എടുത്താൽ എയിൽ നിന്നും ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ്, എയിൽ നിന്ന് ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എത്രയാണ്? h ആണ് അല്ലേ? h ആണ് ഡിസ്റ്റൻസ്. പ്ലസ് AC ആവാൻ ഇവിടുന്ന് ഇവിടം വരെയുള്ള ഡിസ്റ്റൻസും കൂടെ ആഡ് ചെയ്യണം. ഈ ഡിസ്റ്റൻസ് എത്രയാണ്? ദിസ് ഇസ് k square by h. k square by h. ദെൻ BD എന്താണെന്ന് നോക്കുക. ബിയിൽ നിന്നും ഈ പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് O പ്രൈം ആണ് ബി എന്ന് പറയുന്നത് അല്ലേ? k square by h ആണ്. പ്ലസ് BD ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇവിടെ നിന്ന് ഡിയിലേക്കുള്ള ഡിസ്റ്റൻസ് ഇത്രയാണ്. സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയിൽ നിന്ന് സെൻറ്റർ ഓഫ് സസ്പെൻഷനിലേക്കുള്ള ഡിസ്റ്റൻസ് h ആണ്. k square by h പ്ലസ് h അതിൻ്റെ രണ്ട് വാല്യൂസാണ് AC-യും BD-യും. അപ്പം നമ്മൾ 2 പ്രാവശ്യം കാൽക്കുലേറ്റ് ചെയ്ത് ആവറേജ് എടുത്താൽ കിട്ടുന്നത് BD by 2. A suitable value for k square by h plus h. നമ്മൾ 2 പ്രാവശ്യം ചെയ്തതിന് ഇക്വലൻ്റായി അല്ലേ? 2 തരത്തിൽ AC എന്ന് കാൽക്കുലേറ്റ് ചെയ്തു. BD-യിൽ നിന്നും k square by h plus h കാൽക്കുലേറ്റ് ചെയ്തു. രണ്ടിൻ്റെയും കൂടെ ആവറേജ് വാല്യൂ എടുത്താൽ k square by h plus h-ൻ്റെ ഒരു വാല്യൂ കിട്ടും. അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ t കിട്ടും. ആ ടിയെ ആ ഒരു ഇക്വേഷനിൽ നിന്ന് g മെഷർ ചെയ്യാം. ഇപ്പോൾ ന്യൂമറേറ്റർ ഉണ്ടെങ്കിൽ ബാക്കിയെല്ലാം കോൺസ്റ്റൻ്റ് ആണ്. ടി മെഷറബിളാണ്. ഈ പെർപെൻഡിക്കുലർ ആക്സിസിൽ ടി എത്രയാണെന്നുള്ളത് നമുക്ക് പെർപെൻഡിക്കുലർ ആക്സിസിൽ നിന്ന് y ആക്സിസിൽ നിന്ന് മെഷർ ചെയ്യാം. അപ്പോൾ ടി മെഷറബിളാണ്. 2 pi കോൺസ്റ്റൻ്റ് ആണ്. ഇത് നമുക്ക് ഗ്രാഫിൽ നിന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. ഇതിനകത്ത് നിന്ന് ജിയുടെ വാല്യൂ കിട്ടും. മറ്റൊരു തരത്തിൽ നമുക്ക് ജിയെ കാൽക്കുലേറ്റ് ചെയ്യാം. This is a distance from A. This graph is symmetrical and this is center of gravity. This is a minimum time period. മിനിമം ടൈം പീരീഡ് നമ്മൾ നേരത്തെ മിനിമം ടൈം പീരീഡ് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. മിനിമം ടൈം പീരീഡിൻ്റെ കണ്ടീഷൻ എന്താണ്? ടു ഒബ്റ്റെയിൻ മിനിമം ടൈം പീരീഡ് k ഷുഡ് ബി ഈക്വൽ ടു h. ഇതാണ് സസ്പെൻഡ് ചെയ്ത പോയിൻ്റ്. ഇപ്പോൾ സസ്പെൻഡ് ചെയ്ത പോയിൻ്റിൽ നിന്ന് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയിലേക്കുള്ള ഡിസ്റ്റൻസ് h എന്നാണ് നമ്മൾ പറയുന്നത് അല്ലേ? h. ആൻഡ് വി നോ ഫോർ മിനിമം ടൈം പീരീഡ് h ഷുഡ് ബി ഈക്വൽ ടു k. ഈ രണ്ട് ഡിസ്റ്റൻസ് ഇത് E എന്ന് മാർക്ക് ചെയ്യുക. ഇത് F, ഇത് മിനിമം ടൈം പീരീഡ് F എന്ന് മാർക്ക് ചെയ്യുക. അപ്പോൾ രണ്ട് സൈഡിലും ഒരേ ഒരു മിനിമം ടൈം പീരീഡേ ഉണ്ടാവുള്ളൂ. ഇ എഫ് എന്താണ്? k പ്ലസ് k. EF is 2k. y ആക്സിസ് ചെയ്ത് നമുക്കിതിന് കറസ്പോണ്ടിങ് t എത്രയാണെന്നുള്ളത് മെഷർ ചെയ്യാം. ആൻഡ് ദാറ്റ് ഈസ് t minimum. t minimum we know it is 2 pi into root of 2k by g. 2kയുടെ മെഷർമെൻറ്റ് നമുക്ക് ഗ്രാഫിൽ നിന്ന് കിട്ടും. ഗ്രാഫിൽ നിന്ന് EF കാൽക്കുലേറ്റ് ചെയ്താൽ 2k കിട്ടും. t മിനിമം y ആക്സിസിൽ നിന്ന് മെഷറബിളാണ്. സോ വി ക്യാൻ കാൽക്കുലേറ്റ് g. അപ്പോൾ ഇങ്ങനെ രണ്ട് തരത്തിൽ g കാൽക്കുലേറ്റ് ചെയ്യാം. ദെൻ വി വിൽ ബി ഗെറ്റിംഗ് ആൻ ആവറേജ് വാല്യൂ ഫോർ g. കാൽക്കുലേഷനിൽ നിന്ന് ഗ്രാഫിൽ നിന്ന് രണ്ട് വാല്യൂസ് കിട്ടും. And this is an experiment to find acceleration due to gravity with the help of symmetric bar pendulum.